everyone, good morning. Today we are going to discuss about the fourth module of the paper Transactions. This module is entitled Speaking Skills. Speaking skills. Speaking is one of the most fundamental skills in communication. Speaking is one of the most fundamental skills in communication. നമുക്കറിയാം കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് 4 സ്കിൽസാണ് വരുന്നത്. ഏതൊക്കെയാണ് 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഈ 4 സ്കിൽസിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് LSRW എന്നാണ് പറയാറ്. എന്താണ് LSRW? L മീൻസ് ലിസണിങ്, S സ്പീക്കിംഗ്, R മീൻസ് റീഡിങ് ആൻഡ് W റൈറ്റിംഗ്. ഇങ്ങനെയാണ് 4 സ്കിൽസാണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഓക്കെ, ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏത് സ്കില്ലാണ്? സ്പീക്കിംഗ് സ്കിൽസും അതുപോലെ തന്നെ റീഡിങ് സ്കിൽസുമാണ് നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ എന്ന പേപ്പറിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പീക്കിംഗ് സ്കിൽസാണ്. അപ്പോൾ സ്പീക്കിംഗ് സ്കിൽസിന് ഒരു ഇൻട്രൊഡക്ഷൻ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. സ്പീക്കിംഗ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫണ്ടമെൻ്റൽ സ്കിൽസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. Speaking is one of the most fundamental skills in communication. കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ, ആശയവിനിമയം നടക്കണമെങ്കിൽ, 2 വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം നടക്കണമെങ്കിൽ അവിടെ എന്തിൻ്റെ ആവശ്യം വരുന്നുണ്ട്? അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഏത്? സ്പീക്കിംഗ് സ്കിൽസ്. സ്പീക്കിംഗ് സ്കിൽസ് വഴി നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ഫീലിങ്സ് ഒക്കെ മറ്റൊരാളുമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഏത്? സ്പീക്കിംഗ് സ്കിൽസ് എന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു തോൺബറി, സ്പീക്കിംഗ് ഹാസ് 2 ബേസിക് ഫങ്ഷൻസ്: ട്രാൻസാക്ഷണൽ ആൻഡ് ഇൻ്റർപേഴ്സണൽ. അപ്പോൾ എന്താ പറയുന്നത്? തോൺബറി എന്ന ഒരു ലിംഗ്വിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, സ്കോട്ട് തോൺബറി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. അപ്പോൾ ഈ ഒരു ഭാഷാ പണ്ഡിതൻ്റെ അഭിപ്രായത്തിൽ സ്പീക്കിംഗ് സ്കിൽസിന് 2 ബേസിക് ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് 2 ബേസിക് ഫങ്ഷൻസ്? ട്രാൻസാക്ഷണലും ഇൻ്റർപേഴ്സണലും. ഓക്കെ, അപ്പോൾ സ്കോട്ട് തോൺബറി എന്ന ലിംഗ്വിസ്റ്റ്, ഭാഷാ പണ്ഡിതൻ അഭിപ്രായപ്പെട്ടത് സ്പീക്കിംഗ് സ്കിൽസിന് 2 ബേസിക് ഫങ്ഷൻസ് ഉണ്ട് എന്നാണ്. ആ 2 ബേസിക് ഫങ്ഷൻസ് ആണ് ഏതൊക്കെയാണ്? ഒന്ന് ട്രാൻസാക്ഷണൽ ഫങ്ഷൻസും രണ്ടാമത്തേത് ഇൻ്റർപേഴ്സണലും. ഓക്കെ, ദെൻ ദി പർപ്പസ് ഓഫ് ട്രാൻസാക്ഷണൽ ഫങ്ഷൻ ഈസ് ടു കൺവേ ഇൻഫർമേഷൻ ആൻഡ് ഫെസിലിറ്റേറ്റ് ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഇനി ട്രാൻസാക്ഷണൽ ഫങ്ഷൻ്റെ പർപ്പസ് എന്താണ്, ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ട്രാൻസാക്ഷണൽ ഫങ്ഷൻ്റെ പർപ്പസ്? The purpose of transactional function is to convey information and facilitate the exchange of goods or services. അപ്പോഴെന്താ ട്രാൻസാക്ഷണൽ ഫങ്ഷൻ്റെ പർപ്പസാണ്? ഫസ്റ്റ് ഇൻഫർമേഷൻസ് കൺവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്ചേഞ്ച് ഉറപ്പുവരുത്തുക എന്നത്. ഓക്കെ, while the primary purpose of interpersonal function is to establish and maintain social relations. അപ്പോഴെന്താണ് ഇൻ്റർപേഴ്സണൽ ഫങ്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള പർപ്പസാണ് എന്ത്? സോഷ്യൽ റിലേഷൻസ് നിലനിർത്തുക എന്നത്. എന്ന് വെച്ചാൽ സാമൂഹിക ബന്ധം നിലനിർത്തുക എന്നതാണ് ഇൻ്റർപേഴ്സണൽ ഫങ്ഷൻ്റെ ബേസിക് പർപ്പസ്. ഓക്കെ, ദെൻ ഫോണിംഗ് ടു ബുക്ക് എ മൂവി ടിക്കറ്റ് ഈസ് എ ട്രാൻസാക്ഷണൽ സ്പീച്ച് ഇവൻറ്റ്. അപ്പോഴെന്താണ് നമ്മളിപ്പോൾ ഒരു മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്, ഫോൺ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതെന്താണ്? ഏത് ഫങ്ഷൻ എക്സാമ്പിളാണ്? ട്രാൻസാക്ഷണൽ ഫങ്ഷന് എക്സാമ്പിളാണ്. ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 ഫ്രണ്ട്സ് അറ്റ് എ മൂവി തിയേറ്റർ ഈസ് ആൻ ഇൻ്റർപേഴ്സണൽ സ്പീച്ച് ഇവൻറ്റ്. എന്നാലോ 2 ഫ്രണ്ട്സ് തമ്മിൽ തിയേറ്ററിൽ ഇരുന്ന് സംസാരിക്കുന്നതാണെങ്കിൽ അവിടെ എന്താണ്? ഏത് ഫങ്ഷൻ എക്സാമ്പിളാണ്? ഇൻ്റർപേഴ്സണൽ ഫങ്ഷൻ എക്സാമ്പിളാണ്. ഫസ്റ്റ് നമ്മൾ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്, ഫോൺ വഴി മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റമാണ്. അപ്പോൾ അത് ട്രാൻസാക്ഷണൽ ഫങ്ഷന് എക്സാമ്പിളും. എന്നാലോ തിയേറ്ററിൽ 2 ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ
അവിടെ എന്താണ് സോഷ്യൽ റിലേഷൻസ് നിലനിർത്തുകയാണ്. അപ്പോൾ അതെന്തിന് എക്സാമ്പിളാണ്? ഇൻ്റർപേഴ്സണൽ ഫങ്ഷന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഏതാണ്? സ്പീക്കിംഗ്. അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ, സ്പീക്കിംഗ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫണ്ടമെൻ്റൽ സ്കിൽസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ തന്നെ മോസ്റ്റ് ഫണ്ടമെൻ്റൽ സ്കില്ലാണ് ഏത്? സ്പീക്കിംഗ് എന്നത്. ദെൻ രണ്ടാമത്തെ പോയിൻ്റാണ്, സ്പീക്കിങ്ങിന് 2 ബേസിക് ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ട്രാൻസാക്ഷണൽ ഫങ്ഷനും ഇൻ്റർപേഴ്സണൽ ഫങ്ഷനും. ഓക്കെ, ട്രാൻസാക്ഷണൽ ഫങ്ഷൻ ആണെങ്കിൽ എന്താണ്? ഇൻഫർമേഷൻ കൺവേ ചെയ്യാനും ഇൻഫർമേഷൻ കൈമാറുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുഡ്സ് ഓർ സർവീസിൻ്റെ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുമാണ് ഏത്? ട്രാൻസാക്ഷണൽ ഫങ്ഷൻ്റെ പർപ്പസ് എന്നത്. ഓക്കെ, ദെൻ ഇൻ്റർപേഴ്സണൽ ഫങ്ഷൻ്റെ പർപ്പസ് എന്താണ്? സോഷ്യൽ റിലേഷൻസ് നിലനിർത്തുക എന്നത്, സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുക എന്നത്. ഓക്കെ, ഇനി പേജ് നമ്പർ 91 ഒരു എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. കോളം എയും കോളം ബിയും തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഐ അണ്ടർസ്റ്റാൻഡ് ഐശ്വര്യ യൂസ്ഡ് ടു വർക്ക് ഇൻ ജപ്പാൻ. ഐ അണ്ടർസ്റ്റാൻഡ് ഐശ്വര്യ യൂസ്ഡ് ടു വർക്ക് ഇൻ ജപ്പാൻ എന്ന സെൻറ്റൻസിന് ആപ്റ്റ് ആയിട്ടുള്ളത് കോളം ബിയിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ദാറ്റ്സ് റൈറ്റ്, ഇറ്റ് വാസ് 5 years ago. ദാറ്റ്സ് റൈറ്റ്, ഇറ്റ് വാസ് 5 years ago. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ഹൗ ആർ യു? ഏതായിരിക്കും? ഫൈൻ, താങ്ക്സ്. തേർഡ്, ഐ യൂഷ്വലി വാക്ക് ടു വർക്ക്. ഐ യൂഷ്വലി വാക്ക് ടു വർക്കിന് മാച്ച് ആയിട്ടുള്ളത് ഏതാണ്? സോ ഡു ഐ. സോ ഡു ഐ. ദെൻ ഫോർത്ത് വൺ, ഡിഡ് യു ഹാവ് എ ഗുഡ് ജേർണി? Did you have a good journey? Yes, I did. Then fifth one, I don't have any regret about moving. I don't have any regrets about moving. അതിന് മാച്ച് ആയിട്ടുള്ളത് ഏതാണ്? Neither do I. Neither do I. Then sixth one, is it a good place to work? Is it a good place to work? ഏതായിരിക്കും? Absolutely, തീർച്ചയായും. Then seventh one, are you looking forward to retirement? Are you looking forward to retirement? Yes, I am. Okay, അതിന് മാച്ച് ആയിട്ടുള്ളത് ഏതാണ്? Yes, I am. Then eighth one, when did you graduate? എപ്പോഴാണ് നിൻ്റെ ബിരുദ പഠനം കംപ്ലീറ്റ് ആയത്? ഏതാണ് അതിന് മാച്ച് ആയിട്ടുള്ളത്? In 2001. Then ninth one, what time do you leave work? What time do you leave work? ഏതായിരിക്കും? At 4 PM. എപ്പോഴാണ് നിൻ്റെ വർക്കൊക്കെ കഴിയുന്നത്? 4 മണി. ദെൻ ലാസ്റ്റ് വൺ ഈസ്, വി നീഡ് സംവൺ ഹൂ ഈസ് വെരി റിലയബിൾ. വി നീഡ് സംവൺ ഹൂ ഈസ് വെരി റിലയബിൾ. അതിൻ്റെ ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? കോളം ബിയിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് ഐ അഗ്രി. ഐ അഗ്രി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എവരിഡേ ട്രാൻസാക്ഷനിൽ വരുന്നത്. ഇതൊക്കെ നമ്മൾ എന്താണ് എപ്പോഴും യൂസ് ചെയ്യുന്ന തരത്തിലുള്ള വേർഡ്സും സെൻറ്റൻസുകളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ബോക്സിലുള്ളതെല്ലാം. അപ്പോൾ ഇതിന് നമ്മൾ എന്തെന്ന് പറയുക? എവരിഡേ ട്രാൻസാക്ഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോർത്ത് മൊഡ്യൂൾ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് എവരിഡേ ട്രാൻസാക്ഷൻ, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ്സ് സെൻറ്റൻസ് ഒക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. ദെൻ രണ്ടാമത്തേതാണ് അക്കാദമിക് ട്രാൻസാക്ഷൻസ്. അക്കാദമിക് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷണൽ ലെവലിൽ നമ്മൾ എത്രത്തോളം എങ്ങനെ വേർഡ്സ് സെൻറ്റൻസ് ഒക്കെ യൂസ് ചെയ്യണം, എങ്ങനെ സ്പീക്കിംഗ് ഗുഡാക്കാൻ ശ്രമിക്കണം എന്നൊക്കെയാണ് ഈ ഒരു അക്കാദമിക് ട്രാൻസാക്ഷനിൽ പറയുന്നത്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് സൗണ്ടിങ് വെരി പൊളൈറ്റ്. നമ്മൾ എങ്ങനെ മറ്റൊരു വ്യക്തിയോട് വളരെ പൊളൈറ്റായിട്ട് സൗമ്യതയോട് കൂടിയിട്ട് സംസാരിക്കേണ്ടത് എന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ അത് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.